ഓക്കെ ഇതുണ്ടോ, ഇത്ര വെള്ളം കയറിയിട്ടുണ്ട്. അയ്യോ അത് വരുന്നോക്ക് പുഴ പോലെ വരുന്നത്. ഈശ്വര, ഇതിപ്പോൾ മഴ മാറുമ്പോഴത്തേനും ആകെ കുടുങ്ങും. ആ വീട്ടുകാരൊക്കെ എങ്ങനെ പുറത്തിറങ്ങുക? ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടോ. ഇത് കുട്ടനാടല്ല കാണിക്കുന്നത്, എടപ്പാൾ പഞ്ചായത്തിലാട്ടോ ഈ കണ്ടോണ്ടിരിക്കണ നിങ്ങള്. അയ്യോ നീങ്ങണില്ല. ഒരു തൂമ്പെടുത്തിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കാച്ചിട്ട് ഇറങ്ങി എൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഫുള്ള് വെള്ളം കയറിയിട്ട് ഈ ബാക്കിൽ വരുന്നത് പുഴയിൽ കൂടെയും തോട്ടിക്കൂടെ നല്ല വരുന്നത്, ശരിയായ വഴിയിലൂടെയാണ് വരുന്നത് കേട്ടോ. ഫുള്ള് വെള്ളം കയറിയിട്ട് നിരത്തി ഇല്ലാണ്ടായിക്കണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയൽ നികത്തി വീട് വെക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 4 സെൻറ്റിലോ 5 സെൻറ്റിലോ പാവപ്പെട്ട ഒരു വീട് വെക്കുമ്പോൾ അതടക്കം തടസ്സം. പക്ഷേ ഒരുപാട് സെൻറ്റ് സ്ഥലങ്ങൾ പാടം നികത്തുമ്പോൾ ഒരു കുഴപ്പമില്ല. ഈ വരുന്നത് പുഴയല്ല. ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അത് എടപ്പാൾ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ വെങ്ങിനിക്കരയാണ്. സത്യം പറയാൻ നീങ്ങണില്ല, അത്ര ശക്തമായ ഒഴുക്കാണ്. അയ്യോ ഓക്കെ അയ്യ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്കൊരു നല്ല ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പാടം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നികത്തലുകൾ കാരണം കൊണ്ട് തന്നെയാണ് നമ്മളെ പാടത്ത് ഇത്ര അധികം വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും വെള്ളം ഇത്തരത്തിൽ തടസ്സപ്പെടുന്നതും. ആരോ പറഞ്ഞതുപോലെ ഈ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സാധനം കൂടി കാണാൻ കഴിഞ്ഞില്ലേ. നമ്മളെ വയൽ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 5 സെൻറ്റോ 4 സെൻറ്റോ ഭൂമിയല്ല, ഇത് അത്യാവശ്യം നല്ല കൂടുതലുണ്ട്. കണ്ട, ഇതൊന്നും പുഴയല്ല. ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുക, ഇതൊന്നും പുഴയല്ല. ഇത് ഞങ്ങളെ നാട്ടിലെ വയലുകളാണ്. വയലുകൾ പുഴ പോലെ ആയിട്ടുണ്ട്. വീടിൻ്റെ അവസ്ഥയൊക്കെ ഓക്കെ, കുറച്ചും കൂടി പെയ്താൽ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറും. ആ രീതിയിലേക്ക് ആയിട്ടുണ്ട്. കണ്ട ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് അവസ്ഥ. വയലുകൾ നികത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി എത്ര കാലം നമ്മൾ ഈ ഒരു നാട്ടിൽ സമാധാനത്തോടു കൂടി വെള്ളപ്പൊക്കമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഓക്കെ, ആളുകളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങിയാണ്. എന്താ ഇവിടെ കുറച്ച് ഉയരമുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നമില്ലാത്ത ഈ ഭാഗത്ത്. എന്തായാലും കൊള്ളാം. ഇതിനെതിരെ സംസാരിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യത്തിനും കൂടി സപ്പോർട്ടാണെന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. ഈ കാണുന്നത് പുഴയില്ല എന്നൊരു 1000 തവണ ഞാൻ ആവർത്തിക്കുന്നത്. കണ്ടില്ലേ, നമ്മളെ കൺമുന്നിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സെൻറ്റ് സ്ഥലമാണ് തൂർത്തുകൊണ്ടിരിക്കണത് അറിയോ? ഇത്തരം രീതിയിൽ ഇവിടുത്തെ പാടങ്ങൾ, വയൽശേഖരങ്ങൾ ഇങ്ങനെ നികത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്ര ദിവസം പുഴ, ഇതൊരു വെറും ഒരു പാടമായിരുന്നു ഈ ഒരു സ്ഥലം ഇത്തരത്തിൽ പുഴയായി മാറിക്കൊണ്ടിരിക്കുന്നത്. വരമ്പ് കാണാനില്ല, ഒന്നും കാണാനില്ല. അല്ല, ഞാൻ കാര്യമായിട്ട് അറിയില്ലേ, നമ്മളെ ഈ നാട്ടിൽ ഇത്തരത്തിൽ ഇത് നികത്തിക്കൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അല്ല, ഈ ഇത്ര കാലത്തിനിടയിൽ ഇങ്ങനെ വെള്ളം ഈ ഒരു രീതിയിൽ വെള്ളം വരുന്ന ഇല്ല. അതാണ് നമ്മളെ അവസ്ഥ. ആ എടാ നോക്കി, തോടാണ് ഈ കാണുന്നത്. ഞാനൊരു കൈക്കോട്ട് എടുത്ത് ശരിയാക്കുക എന്ന രീതിയിൽ വന്നു നോക്കിയതാണ്. പക്ഷെ എന്താ അവസ്ഥ വെച്ചാൽ കൈക്കോട്ട് കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. അത്ര അധികം അല്ലേ അങ്ങോട്ട് നിരന്ന്. ഇതെന്താ അവസ്ഥ? ഈ പഴുതാരകളൊക്കെ പോകണം. ഓക്കെ, ഈ നേരെ കാണുന്നത് ഒരു വരമ്പാണ്. ഈ വരമ്പൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മളെ കൺമുന്നിൽ തന്നെ ഈ അനീതികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി. അതൊക്കെ ആരെങ്കിലും കാണുമോ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് അറിയില്ല. കണ്ടോ, ആ ഡ്രസ്സും കൂടി ഇടാതെ ഞാൻ വ്ളോഗ് ചെയ്യാൻ ഈ രീതിയിലൊന്നും വരില്ല. വസ്ത്രമൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് വ്ളോഗ് ചെയ്യാറ്. പക്ഷേ നാടിൻ്റെ ഒരവസ്ഥ കാണുമ്പോൾ കാണിക്കുക. ഷർട്ട് ഇടാനും മേക്കപ്പ് ഇടാനും നേരം ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രീതിയിൽ വീഡിയോ. എൻ്റെ വീടിൻ്റെ മുന്നിലാണേ. എൻ്റെ വീടും കൂടി നാളെ കിടന്നുറങ്ങുന്ന സമയത്ത് നിലം പതിച്ച് എന്താ അവസ്ഥ? പ്രതികരിക്കുക എന്നുള്ള രീതി സോഷ്യൽ മീഡിയയിൽ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാരണം അത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയും ആരെങ്കിലുമൊക്കെ ആയിട്ട് അത് അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അതാ ആർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പെടുണ്ട്. എന്താ അവസ്ഥ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. ഒരു 10, 30, 40 കൊല്ലമായി നമ്മളിവിടെ വെങ്ങിനിക്കര പാടത്ത് ജീവിക്കണേ. ഇതുവരെ ഇത്രയും വെള്ളം കൂടി നിന്നൊരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും വെള്ളം കയറി വീടുകൾ നശിച്ചു, വണ്ടികൾ നശിച്ചു എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം. എന്തായാലും ഇതിലും കൂടുതൽ ഭവിഷ്യത്തുകളൊന്നും അനുഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാന്ന് പറയാം. അതാണ് അവസ്ഥ. കണ്ട എത്ര വെള്ളം കയറി. ഇതിൻ്റെ വീടാ കാണുന്നതാ. ഇപ്പോൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നും പ്രതികരിക്കണം, പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരണങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ
ഒന്നിലും ഒരു കാര്യമില്ല. ഈ മതിൽ ഏകദേശം ഇപ്പോൾ വീടാറായിട്ട് നിൽക്കണം കേട്ടോ. അത്ര വെള്ളം കയറിയിട്ടുണ്ട്. വീട് ഉയരമുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമില്ല. ആ വീട്ടിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്, അതിൽ കയറും. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വീട്, അതിൻ്റെ അപ്പുറത്ത് വല്യമ്മയുടെ വീട്, മേമയുടെ വീട്, എല്ലാവരും വീടുണ്ട്. എല്ലാവരും 5 സെൻറ്റ് തൂർത്തിട്ട് ചെറിയ ചെറിയ വീടുണ്ടാക്കി അതിനടക്കം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പോഴാണ് ആ കാണുന്ന സെൻറ്റ്, ഈ കാണുന്ന സ്ഥലമൊക്കെ 11 സെൻറ്റ് 12 സെൻറ്റ് സ്ഥലം, ആ കാണുന്ന 45 സെൻറ്റ് സ്ഥലം, നമ്മൾ അവിടെ കണ്ട 56 സെൻറ്റ് സ്ഥലം, അതൊക്കെ ഒറ്റയടിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് അത്യാവശ്യം വലിയ സ്ഥലം തന്നെയാണ്, മണ്ണിട്ട് നിരത്തിയതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് നിരത്തിയത് കേട്ടത്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒത്താശ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ. ഇനി അടുത്തൊരു വ്ളോഗ് ചെയ്യാൻ വീടിൻ്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ പ്രതികരണം ഏതെങ്കിലും രീതിയിൽ അറിയിക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ്. നാളെ രാവിലെ നേരം വെളുക്കുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. കുട്ടനാട്ടുകാരുടെയൊക്കെ അവസ്ഥ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന സമയത്ത് നമുക്ക് വലിയ ഒരിത് തോന്നാത്തതാണ്. പക്ഷേ നമ്മളെ വീട്ടിലും അത് കയറി വരുമ്പോൾ മാത്രമായിരിക്കും ആളുകൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ എൻ്റെ ചാനൽ വഴി പരമാവധി ആളുകളിലേക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. നേരിൻ്റെ പക്ഷത്ത് നിൽക്കാൻ മാത്രമായിട്ടാണ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, പല ആളുകൾ എന്താ ഷർട്ട് ഇടാതെ നടക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ചാവാൻ നേരത്താണോ ഷർട്ടും മേക്കപ്പും ഒക്കെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതാ ആ വീട്ടിലെ കിണറൊക്കെ നിറഞ്ഞൊഴുകി. ഇതാ എൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എന്ത് സംഭവിക്കും ഈ മഴ തുടർന്നാലും നമുക്കറിയില്ല. ഇത് സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യം തന്നെയാണ്. പല ആളുകളും മഴ പെയ്യുന്ന സർക്കാരിനെ എന്തിനാ കുറ്റം പറയുന്നത് ചോദിക്കും. മഴ പെയ്യുമ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത്തരത്തിൽ ബൂർഷകൾ മണ്ണിട്ട് ബൾക്കായിട്ട് ഭൂമി നികത്തുമ്പോൾ, പാടം വയൽ ശേഖരം നിരത്തുമ്പോൾ ജലം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ അടക്കപ്പെടുമ്പോൾ പിന്നെ സർക്കാരിനല്ലാതെ പിന്നെ ആരെയാണോ കുറ്റം പറയുക?